അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ മരണപ്പെട്ട് അയാളുടെ ജനാസ ഖബറിൽ വെച്ചതിന് ശേഷം തഹജ്ജുദ് നിസ്കാരം ഖബറിൽ വന്ന് അയാളോട് പറയുന്ന കഥയാണ് നമ്മളിന്ന് പറയുന്നത്. ഭൂമിയിലെ ജീവിതമൊക്കെ അവസാനിച്ച് പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരിനും പ്രാർത്ഥനകൾക്കും നടുവിലൂടെ ആ മനുഷ്യൻ തൻ്റെ അവസാന വീടായ ഖബറിലേക്ക് യാത്രയായി. പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിലേക്ക് അയാളുടെ ശരീരം പതുക്കെ ഇറക്കി വച്ചു. കഫൻ വസ്ത്രത്തിൻ്റെ വെള്ള നിറം മണ്ണുമായി ലയിച്ചു തുടങ്ങി. അവസാനത്തെ പിടി മണ്ണും വാരിയിട്ട് അയാളുടെ ബന്ധുക്കളും മിത്രങ്ങളും തിരിഞ്ഞു വീട്ടിലേക്ക് നടന്നു. അവരുടെ കാലൊച്ചകൾ പതിയെ അകന്നകന്നു പോകുന്ന ശബ്ദം അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. അവസാനത്തെ ശബ്ദവും നിലച്ചു. അതോടെ ഭയാനകമായ ഒരു നിശബ്ദത ആ ഖബറിനുള്ളിൽ തളം കെട്ടി നിന്നു. അതൊരു സാധാരണ നിശബ്ദതയായിരുന്നില്ല. 1000 വർഷങ്ങളുടെ പഴക്കമുള്ള ഭാരം തൂങ്ങുന്ന മൗനം, ഒപ്പം കണ്ണുകളെ അന്ധമാക്കുന്ന കൂരിരുട്ടും. ഭൂമിയിലെ ഏറ്റവും ഇരുളടഞ്ഞ രാത്രികൾ പോലും ഇതിനു മുന്നിൽ പകലൊളിയാണെന്ന് തോന്നിപ്പോകും. ആ ഇടുങ്ങിയ സ്ഥലത്ത് മണ്ണിൻ്റെ ഗന്ധവും തണുപ്പും ആ മനുഷ്യനെ വരിഞ്ഞു മുറുക്കി. ഭയം ഒരു അഗ്നിപർവ്വതം പോലെ ഉള്ളിൽ പുകയാൻ തുടങ്ങി. യാ അല്ലാ, ഞാൻ തനിച്ചായി പോയല്ലോ. അയാളുടെ ആത്മാവ് തേങ്ങാൻ തുടങ്ങി. ഭൂമിയിൽ ഞാൻ സമ്പാദിച്ചതൊന്നും താൻ സ്നേഹിച്ചവരാരും കൂടെയില്ലെന്ന സത്യം ഒരു ചുറ്റിക കൊണ്ട് തലക്കടിയേറ്റ പോലെ അയാൾക്ക് ബോധ്യമായി. ഇനി വരാനിരിക്കുന്നത് ചോദ്യം ചെയ്യലിൻ്റെ നിമിഷങ്ങളാണ്. മുൻകർ നക്കീർ എന്നീ മലക്കുകളുടെ വരവ്, അവരുടെ ഗൗരവമേറിയ ചോദ്യങ്ങൾ. നിന്റെ റബ്ബ് ആരാണ്? നിന്റെ ദീനേതാണ്? നിന്റെ നബി ആരാണ്? ആ ചിന്ത അയാളുടെ മനസ്സിനെ വിറപ്പിച്ചു. കഴിഞ്ഞുപോയ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ ഓരോന്നായി മനസ്സിൽ തെളിഞ്ഞു വരാൻ തുടങ്ങി. ഖബറിൻ്റെ ഭിത്തികൾ തന്നിലേക്ക് കൂടുതൽ അടുത്തു വരുന്നതായും വാരിയെല്ലുകൾ ഞെരിക്കാൻ പോകുന്നതായും അയാൾക്ക് തോന്നി തുടങ്ങി. നിസ്സഹായതയുടെ പടുകുഴിയിൽ അവൻ ഒറ്റക്ക് കിടക്കുകയാണ്. ഭയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന ആ നിമിഷം പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആ കൂരിരുട്ടിൻ്റെ ഒരു കോണിൽ വളരെ ദൂരെയായി ഒരു ചെറിയ പ്രകാശബിന്ദു തെളിഞ്ഞു വന്നു. ആദ്യം അതൊരു മിന്നാമിനുങ്ങിൻ്റെ വെട്ടം പോലെയായിരുന്നു. എന്നാൽ നിമിഷങ്ങൾക്കകം അത് വലുതായി കൊണ്ടിരുന്നു. ഭയപ്പെടുത്തുന്ന ഒരു വലിയ തീജ്വാലയായിരുന്നില്ല അത്, മറിച്ച് പൗർണമി നിലാവിനേക്കാൾ ശീതളമായ, മനസ്സിന് വല്ലാത്തൊരു കുളിർമ നൽകുന്ന ശാന്തമായ പ്രകാശം. ആ പ്രകാശം അയാളുടെ അടുത്തേക്ക് വരുംതോറും ഖബറിലെ മണ്ണിൻ്റെ ഗന്ധം മാറാൻ തുടങ്ങി. സ്വർഗീയമായ കസ്തൂരിയുടെ സുഗന്ധം അവിടെ നിറയാൻ തുടങ്ങി. ആ വെളിച്ചം മെല്ലെ ഒരു മനുഷ്യരൂപം പ്രാപിച്ചു. അതിമനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ച് മുഖത്ത് പ്രസന്നമായ പുഞ്ചിരി തൂകുന്ന ഒരു മനുഷ്യരൂപം. ആ സാന്നിധ്യം അവിടെ എത്തിയതോടെ ആ മനുഷ്യൻ്റെ ഉള്ളിലെ ഭയം പമ്പ കടന്നു. പകരം പറഞ്ഞറിയിക്കാനാവാത്ത ഒരാശ്വാസം അയാളുടെ മനസ്സിൽ നിറഞ്ഞു. അത്ഭുതത്തോടെ അവൻ ആ രൂപത്തെ നോക്കി. ധൈര്യം സംഭരിച്ച് അവൻ ചോദിച്ചു, നീ ആരാണ്? ഈ കൂരിരുട്ടിൽ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോയ ഈ ഏകാന്തതയിൽ എനിക്ക് കൂട്ടായി വന്ന നീ ആരാണ്? നീ മലക്കുകളിൽപ്പെട്ടവനാണോ? അതോ എൻ്റെ റബ്ബ് എനിക്കായി അയച്ച ഏതെങ്കിലും ഒരു പുണ്യാത്മാവാണോ? നിന്റെ മുഖത്തെ പ്രകാശം എൻ്റെ ഖബറിനെ സ്വർഗപ്പൂന്തോപ്പാക്കുന്നുണ്ടല്ലോ. ആ പ്രകാശരൂപം കൂടുതൽ അടുത്തേക്ക് വന്നു. വാത്സല്യം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, എൻ്റെ പ്രിയ സുഹൃത്തേ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ മലക്കൊന്നുമല്ല. ഞാൻ നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. ഭൂമിയിൽ വെച്ചാണ് നീ എന്നോട് ബന്ധം സ്ഥാപിച്ചത്. ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ നിനക്ക് കൂട്ടായി വന്നു. അയാൾ അത്ഭുതത്തോടുകൂടെ ചോദിച്ചു, ഞാൻ ബന്ധം സ്ഥാപിച്ചെന്നോ? പക്ഷേ ഞാൻ ഇതുവരെ നിന്നെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ രൂപം പുഞ്ചിരിയോടെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാൻ തുടങ്ങി. ഒന്ന് ഓർത്തു നോക്കൂ, ഭൂമിയിൽ നീ ജീവിച്ചിരുന്ന ആ കാലഘട്ടം, ലോകം മുഴുവൻ ശക്തമായി ഉറങ്ങുന്ന പാതിരാത്രികളെക്കുറിച്ച്. കഠിനമായ തണുപ്പുള്ള രാത്രികളിൽ പോലും പുതപ്പിൻ്റെ ചൂടിൽ നിന്ന് നീ പ്രയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നത് ഓർമ്മയില്ലേ? മറ്റുള്ളവർ സ്വപ്നങ്ങളിൽ മുഴുകുമ്പോൾ നീ ഉറക്കച്ചടവോടെയാണെങ്കിലും വുളൂ എടുത്ത് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി മുസല്ല വിരിച്ച് റബ്ബിൻ്റെ മുന്നിൽ നിന്നിരുന്നത് ഓർമ്മയില്ലേ? ആരും കാണാത്ത ആ ഇരുട്ടിൽ റബ്ബിനോട് മാത്രമായി നീ നിന്റെ സങ്കടങ്ങൾ പറഞ്ഞിരുന്നത് ഓർമ്മയില്ലേ?
പാപമോചനത്തിനായി സുജൂദിൽ കിടന്ന് നീ ഒഴുക്കിയ കണ്ണുനീർത്തുള്ളികൾ നിനക്ക് ഓർമ്മയില്ലേ? ആ നിമിഷങ്ങളിൽ നിന്റെ ഹൃദയം റബ്ബിൻ്റെ സാമീപ്യം കൊതിച്ചിരുന്നത് ഓർമ്മയില്ലേ? ആ മനുഷ്യൻ്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ തെളിഞ്ഞു വന്നു. അതെ, എത്രയോ രാത്രികൾ പകലിൻ്റെ തിരക്കുകൾക്കിടയിൽ പോലും രാത്രിയിലെ ആ അല്പസമയം അവൻ റബ്ബിനായി മാറ്റിവെച്ചിരുന്നു. ആ പാതിരാവുകളിൽ നീ ആത്മാർത്ഥമായി നിർവഹിച്ച തഹജ്ജുദ് നിസ്കാരമാണ് ഞാൻ. അന്ന് നീ നിന്റെ ഉറക്കത്തെയും സുഖത്തെയും ത്യജിച്ച് എന്നെ മുറുകെ പിടിച്ചു. ഇഹലോകത്തിൻ്റെ ഇരുട്ടിൽ നീ റബ്ബിനായി തെളിയിച്ച ആ വിളക്കാണ് ഞാൻ. അതുകൊണ്ട് ഇന്ന് ഈ പരലോകത്തിൻ്റെ ഇരുട്ടിൽ അള്ളാഹു എന്നെ നിനക്ക് വെളിച്ചമായി അയച്ചിരിക്കുന്നു. അന്ന് നീ എന്നെ തനിച്ചാക്കിയില്ല. അതിനാൽ ഖിയാമത്ത് വരെ ഈ ഖബറിൽ ഞാനും നിന്നെ തനിച്ചാക്കില്ല. മലക്കുകൾ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ നിനക്ക് ഉത്തരങ്ങൾ നൽകാൻ ഞാൻ നിന്നെ സഹായിക്കും. നിനക്ക് കൂട്ടായും നിനക്ക് കാവലായും ഖബറിലെ വിരസതയകറ്റുന്ന സുഹൃത്തായും ഞാനിവിടെ കൂടെയുണ്ടാകും. ഇത് കേട്ടതും ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അവൻ റബ്ബിനെ സ്തുതിച്ചു. തഹജ്ജുദ് നിസ്കാരമാകുന്ന ആ പുണ്യരൂപം അവൻ്റെ ചാരത്തിരുന്നു. അതോടെ ആ ഇടുങ്ങിയ ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമായി. സ്വർഗത്തിൽ നിന്നുള്ള ഒരു ജാലകം ആ ഖബറിലേക്ക് തുറക്കപ്പെട്ടു. കുളിർക്കാറ്റും സുഗന്ധവും അവിടേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. ഭയത്തിൻ്റെ സ്ഥാനത്ത് സമാധാനം അയാളുടെ മനസ്സിൽ നിറഞ്ഞു തിങ്ങി. ഖബർ എന്നത് ഒരു ഭീകരമായ ഇരുട്ടറയല്ല, മറിച്ച് വിശ്വാസികൾക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു കവാടമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഭൂമിയിൽ വെച്ച് അള്ളാഹുവിന് വേണ്ടി ചെയ്ത ചെറിയ ത്യാഗങ്ങൾ പോലും എത്ര വലിയ പ്രതിഫലമായാണ് തിരികെ ലഭിക്കുന്നത്. അവൻ അതിൻ്റെ സത്യത്തെ തിരിച്ചറിഞ്ഞു. അവൻ അതിനനുഭവിച്ചറിഞ്ഞു. തഹജ്ജുദിൻ്റെ വെളിച്ചത്തിൽ റബ്ബിൻ്റെ കാരുണ്യത്തിൽ അവൻ ശാന്തമായി സമാധാനത്തോടെ ഖിയാമത്ത് നാളിനെ കാത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.